ബസിൽ ലൈംഗിക അതിക്രമം എന്ന വ്യാജ പ്രചരണം നടത്തിയതിനെ തുടർന്ന് ദീപക് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി ഷിംജിത റിമാൻഡിൽ. ബന്ധുവീട്ടിൽ നിന്നാണ് ഷിംജിതയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് മറച്ചുവെച്ച പ്രതി ഷിംജിതയ്ക്ക് പോലീസ് നൽകിയത് VIP പരിഗണനയാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. മണിയോടെ ഷിംജിത മുസ്തഫയെ ബന്ധുവീട്ടിൽ നിന്നാണ് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതീവ രഹസ്യമായിരുന്നു അറസ്റ്റ്. സ്വകാര്യ വാഹനത്തിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കി. ശേഷം കേസ് രജിസ്റ്റർ ചെയ്ത മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്ന വിവരം പുറത്തുവന്നു. സംഭവം അറിഞ്ഞ് പ്രദേശത്തെ നാട്ടുകാർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് തടിച്ചുകൂടി. കൂട്ടത്തിൽ ചിലർ വിങ്ങിപ്പൊട്ടി. ഷിംജിതയ്ക്കെതിരെ കടുത്ത ജനരോഷമാണ് ഉയർന്നത്. വിടന്നെ ചെയ്യരുതോടെ കണ്ടന്നെ ശിക്ഷ കൊടുക്കണം. ഓൻ അനുഭവിച്ച അതേ വേദന നീറി ഒരമ്മക്കും ഇങ്ങനെ ഒരു ഗതി വരാൻ പാടില്ല. VIP പരിഗണനയാണ് പോലീസ് ഷിംജിത മുസ്തഫയ്ക്ക് നൽകിയത്. പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സ്വകാര്യ വാഹനം ഉപയോഗിച്ചു. അറസ്റ്റ് വിവരം മാധ്യമങ്ങളിൽ നിന്നടക്കം അതീവ രഹസ്യമായി മറച്ചുവെച്ചു. പോലീസിന്റെ നടപടിയിൽ വലിയ പ്രതിഷേധമുയർന്നു. അതീവ രഹസ്യമായി അറസ്റ്റ് ചെയ്യുന്നു. ഒരു സ്വകാര്യ വാഹനത്തിൽ ഇവരെ കൊണ്ടുവരുന്നു. ഇവിടെ ബീച്ച് ഹോസ്പിറ്റലിലെ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ നടത്തുന്നതിന് പകരം അവരെ കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റലിൽ വെച്ച് മെഡിക്കൽ നടത്തുന്നു. അപ്പോൾ വളരെ രഹസ്യമായി ഇവർക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം പോലീസ് തന്നെ ഒരുക്കുന്നു എന്നുള്ളതാണ്. പോലീസ് എന്താണ് ഇത്ര രഹസ്യമായി കാര്യങ്ങൾ എന്താണ് ഇതിൻ്റെ ആവശ്യം? ഇവരെന്താണ് ഇത്ര വലിയ VIP ആണോ ഇവർ? അപ്പോൾ ഒരു ആർക്കും കൊടുക്കാത്ത പരിഗണന ഇവർക്ക് കൊടുക്കുന്നുണ്ട് എന്നെങ്കിൽ അതിശക്തമായ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. 5 മണിയോടെ പ്രതി ഷിംജിത മുസ്തഫയെ കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കി. 14 ദിവസത്തേക്ക് കോടതി ഷിംജിത മുസ്തഫയെ റിമാൻഡ് ചെയ്തു. നിയമ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഷിംജിത മുസ്തഫയെ മഞ്ചേരി ജയിലിലേക്ക് മാറ്റി. ജനം, കോഴിക്കോട്.